നീ അവിടെ തന്നെ എടുക്കുവാടി. ആ വാ. ഇപ്പോഴത്തെ ഓരോരുത്തന്മാരെ ബീഡികൾ. എന്താ കർത്താവേ, ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കൈ കൊണ്ട് തന്നേക്കണം കേട്ടാ. ഇനി കുറച്ച് കാശുണ്ടാക്കാണ്ട് പെട്ടികളെന്ന് വന്നിരിക്കുകയാണ്. അതെന്നാടി? നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പുറത്തെ അകച്ചേടത്തിയുടെ മോനാ, പട്ടാളക്കാരനാണ് ചേട്ടൻ. അപ്പൊ അവൻ നമ്മെല്ലാം വെടിവെക്കുമായിരിക്കുമല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത്? എടി, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി. ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതിനിടയ്ക്ക് അവര് നിങ്ങളോടും പറഞ്ഞു കഴിഞ്ഞാ. ശ്രീധനത്തിന് എന്നാ ചെയ്യും? സ്ത്രീധനം ഉണ്ടാക്കണം. എവിടുന്നാണ്? എല്ലാത്തിനും വഴി ഉണ്ടാവുമടി. നീ ഒന്ന് പറയുന്നില്ലടി തറതി. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറപ്പിന് വല്ല വഴിയുണ്ടോടാ? അതിനും വഴി ഉണ്ടാക്കാൻ പറ്റി. അങ്ങോട്ടൊന്ന് ഓടി വായോ. എന്നാ കിടക്കുക, എന്ന കാര്യം എന്നാന്ന് വെച്ചപ്പോ എന്റെ പശുവിന്റെ വയറ് പെട്ടി പോലെ വീർത്ത് വീർത്ത് അറിയാണ്. നാടങ്ങളിൽ പാല് കേൾക്കണ പശുവാണ് എന്റെ വാഴാവേ. ഒന്നങ്ങോട്ട് ഓടി വായോ. നീ ഒന്ന് പിടിക്കാനില്ല, വാ നോക്കാം എന്താണ്. അവള് ചത്താടി. ആരാ അമ്മച്ചി? ആ കടുക്കാ മറിയ. ഇത് നല്ല കൂത്ത്. ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്. അല്ല, ചാവാൻ പോണെന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ട് ചോദിച്ചതാ. ആരാ ഇത് മൂത്ത് പാതിരാ നേരത്ത് മുറ്റത്ത് നിന്ന് കൂവി വിളിക്കുന്നത്? ഞാനാന്ന് വെച്ചാല് കറിയ. ആര്? ലൂക്കാലി കറിയ. എന്താ കറിയ? ഇവിടുത്തെ അമ്മൂമ്മ എന്നോട് കാര്യം പറഞ്ഞിരുന്നു. എന്നതാ? ഇച്ചിരി കറുപ്പ്. വലിയ ഉപകാരം. നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോ ഇത് തന്നെ. അമ്മച്ചി, നല്ല ഉറക്കമാണ്. എന്താ പറ്റി? കറിയാച്ചൻ എന്നാ ഈ നേരമില്ലാത്ത നേരത്തെ? ഞാനിപ്പോ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ല. എന്റെ തോമ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതലാ. ഈ കയ്യിരിക്കുന്ന സാധനത്തിന് 3.5 രൂപ വില. പൊന്നച്ച, എന്നാ വിലയായിരുന്നാലും വേണ്ടുകയല്ല. ഇതിപ്പോ കൊണ്ടുവന്ന തന്നെ വലിയ ഉപകാരമാണ്. അതെ, നീ അവിടെ നിന്ന് ഒരു 3.5 രൂപ എടുത്ത് കറിയാച്ചന് കൊടുത്തേരെ. വിലയൊന്നും വേണ്ട. എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന കരുതി കൊണ്ടാ മതി. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഒരു കാര്യം പറഞ്ഞു. ഒരു കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അയൽവക്കത്ത് താമസിക്കുന്നല്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. മൂട്ടമരുന്നേ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്. ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ ചാകാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുന്തം പെരയിലെങ്ങും വെച്ചേക്കണ്ട. ഇത് മൂട്ട കൊല്ലാനുള്ള മരുന്നല്ലേ. നീ എന്തിനാ പേടിക്കുന്നത്? നീ മൂട്ടയാണ്. അപ്പോ ഞാൻ പോട്ടെ. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ടെല്ലാം വേവിച്ചു വേണ്ടേ കഴിക്കാൻ. എന്നാ കറിയാച്ചല്ലേ. ഈ മൂട്ടയെ കൊള്ളാനുള്ള മരുന്ന് ആ പെട്ടിയിലകത്ത് വെച്ച് പൂട്ട. ഉറക്കവും കളഞ്ഞ അവനൊരുത്ത വന്നു. നല്ലൊരു കൊച്ച. ആള് വല്ലതും തന്നെ. എന്നാലും അടിക്കടി ഇവൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അല്ലേ, ഇതിപ്പോ മൂട്ടമരുന്ന് കറുപ്പും കൊണ്ടുവന്നതല്ലേ? അത് തന്നെ പറയണത്. നീ ഇങ്ങോട്ട് മാറിക്കിടന്ന് ഉറങ്ങാം.
തറതിയേ ഇമ്മണി കരിപ്പട്ടി കാപ്പി ചൂടാക്കി കേളി. എനിക്ക് ഇച്ചിരി കറുപ്പ് തിന്നാൻ. ആ പള്ളിമുറ്റം വരയ്ക്ക് ഒന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേനും കറുപ്പ് തിന്നാണ്ട് മേലാന്നായി. വല്ലോരും വാങ്ങിച്ചു തന്ന കറുപ്പിന്റെ കാര്യം പറയാ, നീ ആരാടി? വല്ലാരും വാങ്ങിച്ചു തന്നെങ്കിലേ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നോ. എടി മേരിയേ, ഇച്ചിരി കരിപ്പട്ടി കാപ്പി തിളപ്പിച്ചോളൂ. എടി നിന്നോടാണ് പറഞ്ഞത് ഇച്ചിരി കാപ്പി തിളപ്പിച്ചു കൊടുക്കാനേ. എനിക്കിപ്പോ മനസ്സില്ല, നിങ്ങൾ ആരെങ്കിലും തിളപ്പിച്ചു കൊടുക്കും. ആഹാ, അത് കൊള്ളാല്ല. നിനക്ക് മനസ്സുണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. ചേച്ചി 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 അമ്മച്ചി വടി തരയണം. ഈ വാടി എനിക്ക് വട്ടം കറങ്ങിയ വാടി കിട്ടുവോടി? ദേ ഇതല്ലേടി വടി. നിന്നെ പെറ്റ ഞാനാണെങ്കിലേ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിവേ. അയ്യോ വേണ്ട അമ്മച്ചി, അങ്ങനെ അറിഞ്ഞില്ലടി. വേണ്ട അമ്മച്ചി. അടി എണ്ണീരടി, പോയി കാപ്പി തിളപ്പിക്കരുത്. അമ്മണി കൊച്ചേ പാറി കൊടുക്ക്, കിട്ടട്ടടി രണ്ടെണ്ണം. ആഹാ, നീ എന്താ എന്താ ഇതെന്താ ഇത്? അവള് നേരം വെളുത്തപ്പോ തൊട്ട് ഇടംബരിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലും. എന്താ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ? എന്നെ പള്ളി വിടാണ്ടിരിക്കാൻ എന്താണ് കാര്യം? അമ്മണി മറ്റും പോയപ്പോ നിന്നോട് കൂടെ പോയി ഞാൻ പറഞ്ഞില്ലടി. പോകാതിരുന്നേച്ച് എന്റെ വഴി കയറുന്ന എന്നാ പോവാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി തീർന്നു. എനിക്ക് ഉടുത്തോണ്ട് പോവാൻ എന്തെങ്കിലും ഉണ്ടോ? ചുമട്ടുകാരി പെണ്ണുങ്ങൾ വരെ സാരിയും ചുറ്റിക്കൊണ്ടാ പള്ളി പോകുന്നത്. ഇത് വല്ലതും നിങ്ങൾക്ക് അറിയാമോ? എന്നാ ഇനി സാരിയും പുത്തനും ഒക്കെ മേടിച്ചിട്ട് നീ പള്ളി പോയാച്ചാ മതി. അതുവരെയ്ക്കും അവിടെങ്ങാനും അടങ്ങിക്കട. കയ്യില് കാശില്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ മേടിക്കാത്തത്, അല്ലാതെ മനസ്സില്ലാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ഒരു പറച്ചില് കേട്ടില്ലേ? അപ്പളേ നിങ്ങൾ അമ്മയും മോളും കൂടി വേഷമൊക്കെ കെട്ടണത് എന്നാതിനാണെന്ന് എനിക്ക് മനസ്സിലായടി. എനിക്കിമ്മണി കരിപ്പോട്ടി കാപ്പി തിളപ്പിച്ച് തരാണ്ടിരിക്കാനുള്ള വേലയല്ലോടി. അതിനിടയ്ക്ക് ഇവിടെ ഒരെണ്ണത്തിന് വെള്ളം ഇറക്കാഞ്ഞിട്ടാണ്. എടി അമ്മണിയെ നീ കാപ്പി തിളപ്പിച്ചോളൂ. മൂത്തവളോട് നീ തോറ്റാടി, എന്നാൽ അത് വരുന്തുകാലേ പൊയ്ക്കോളൂ. ഇങ്ങനത്തെ വർത്താനം പറയണതിന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. എടി അമ്മണിയെ കാപ്പി തിളപ്പിക്കണ്ട, നാക്കടിയല്ല വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയ? ഇത് ഇരിയാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്റെ റോസലിയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. അതെന്നാതാണടാ മോനെ? 2 സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടിക്ക് കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള 2 പാവാടയുണ്ട്. യോ അമ്മച്ചി, നല്ല സാരി മതിയടി. വല്ലവരുടെ മുതല് കണ്ടപ്പോ പെണ്ണിന്റെ ഒരു തുള്ളല്. ഇത് കൂടി പെട്ടി വെച്ചേക്കും. കർത്താവേ, ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയായുടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയായിക്ക് നിർബന്ധമാണെങ്കിൽ